ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ കോൺഗ്രസിൻ്റെ വക്താവ് ശ്രീകുമാർ വളരെ വലിയ സാമർത്ഥ്യം പ്രകടിപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോവുകയാണ്. അപ്പോൾ പ്രാകൃതമായ കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, സിഖ് കൂട്ടക്കൊലയും പ്രാകൃതമായിരുന്നു, ധീരജിനെ കൊന്നത് പ്രാകൃതമായിരുന്നു, കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് മൂലം ഹനീഫയെ കൊന്നത്, ലാൽജിയെ കൊന്നത്, പുതിയ വീട്ടിൽ ബഷീറിനെ വിറകുവടി കൊണ്ട് എറിഞ്ഞു കൊന്നത് KSUക്കാരായിരുന്നു പഴശ്ശിരാജ ക്യാമ്പസിൽ മട്ടന്നൂരിൽ. അതുകൊണ്ട് പ്രാകൃതമായ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വേറൊരു തലത്തിൽ ചർച്ച ചെയ്യാം ഈ കാര്യത്തിലാണെങ്കിൽ. ഇവിടെ വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറയുന്നത് KPCC പങ്കില്ല എന്നാണ്. നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത്? അല്ല, ഞാൻ പറയട്ടെ, KPCCയുടെ പ്രസിഡന്റ് അയാൾക്കെതിരായിട്ട് വന്ന ഇത്തരം ഒരു കാര്യത്തെ ആ അർത്ഥത്തിൽ തള്ളിപ്പറയുന്നതിന് പകരം എൻ്റെ ജീവൻ നിലനിന്നല്ലോ, എൻ്റെ ഉയിര് പോയില്ലല്ലോ എന്ന് ആശ്വസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു KPCCയുടെ നേതാവ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിനെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ KPCCക്ക് വലിയ ശാസ്ത്രബോധമുള്ള യുക്തിചിന്തയുള്ള നിലപാടുണ്ടെങ്കിൽ പിന്നെ ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ? ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. ഇതിനെല്ലാം ന്യായീകരിക്കുന്ന പ്രസിഡന്റിനെ സംരക്ഷിക്കുകയും ഇത്തരം നിലപാട് സ്വീകരിച്ച MPയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഇരട്ടത്താപ്പല്ലേ? അപ്പം നിങ്ങൾ ആരോടാണ് ഈ തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? അപ്പോൾ ഇതൊന്നും നിങ്ങൾ പറയുന്ന ഒട്ടും യുക്തിഭദ്രമല്ല. പിന്നെ ഇവർക്ക് ഇതിനൊന്നും അധികം തള്ളിപ്പറയാനും കഴിയില്ല. ഇവരുടെ എല്ലാ കാലത്തും പല നേതാക്കന്മാരും ഇത്തരം ചന്ദ്രസ്വാമിയെ പോലുള്ള ആളുകളെ കൂട്ടുപിടിച്ചതും ഡൽഹി രാഷ്ട്രീയത്തിനകത്ത് ഇവരുടെ എല്ലാം സ്വാധീനം എത്രമാത്രമായിരുന്നെന്നും നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ച വിഷയത്തിലേക്ക് വന്നാൽ, ഈ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് വളരെ പുരോഗമനമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയ നേതൃത്വം ശരിയായ നിലയിൽ അതിൻ്റെ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയിൽ മുന്നോട്ട് നയിക്കേണ്ടതിന് പകരം കോൺഗ്രസിൻ്റെ ഉയർന്ന നേതാക്കന്മാരാണ് പുറകോട്ട് നയിക്കാൻ ആവശ്യമായ നീക്കം നടത്തിയത്. ഇപ്പം നോക്ക്, നമ്മുടെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ എത്രമാത്രം അന്ധവിശ്വാസങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസവും കടന്നു വരുന്നത്. അതിൻ്റെ പരസ്യങ്ങൾ, അതിൻ്റെ വിൽപ്പന പരസ്യങ്ങൾ, യഥാർത്ഥത്തിൽ കുബേർ കുഞ്ചി, മറ്റേ ധനാഗമന യന്ത്രം, എന്താ പറയുക, മണി പ്ലാന്റ് തുടങ്ങി തകിട്, അതുമായി ബന്ധപ്പെട്ട കച്ചവടം, ഇതെല്ലാം വലിയ രൂപത്തിൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയാണ്. അതിൻ്റെ എല്ലാം പരസ്യങ്ങൾ മുഖ്യധാരാ പത്രങ്ങളിൽ വലിയ പ്രാധാന്യത്തിൽ കൊണ്ടുവരികയാണ്. ഇതിനെല്ലാം വലിയ കൃത്യമായ മൂലധന താല്പര്യമാണ്, ലാഭമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എന്തും ചെലവാവുന്ന ഒരു നാടായിട്ട് കേരളത്തെ മാറ്റുന്ന സമയത്ത് സുധാകരനെ പോലെയുള്ള, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സാധൂകരണമാണ് ഉണ്ടായിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തെ പുറകോട്ട് നയിക്കുന്ന കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ തിരുത്താൻ കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും മുന്നോട്ട് വരണം. അത് തെറ്റാണ് എന്ന് പറയണം. പിന്നെ കേരളത്തിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട നിയമം, അതിൻ്റെ കരട് തയ്യാറായിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്താൽ നല്ലത് തന്നെയാണ്. പിന്നെ ഏതെങ്കിലും ഒരു നിരോധനം കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന അഭിപ്രായം പറയണമല്ലോ. നമ്മളിവിടെ അത് നിരോധിക്കാനുള്ള ഒരു ആലോചന നടത്തിയിട്ടുണ്ടെങ്കിലും പറയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട കരട് തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലായത്. അതിനെക്കുറിച്ചൊരു കാര്യം കരട് തയ്യാറായി എന്നാണ് തീർച്ചയായിട്ടും. സതീഷ്, ഒരു മിനിറ്റ്. ശ്രീകുമാർ മനയിൽ 2015 ഫെബ്രുവരി ജനുവരി അല്ല, ഞാനത് പറയുന്നത് കേൾക്കുക. 2015 ജനുവരി ഫെബ്രുവരി മാസത്തിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ കേരള നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ ബില്ല് അന്ന് ആഭ്യന്തരമന്ത്രി തന്നെ രമേശ് ചെന്നിത്തല പൈലറ്റ് ചെയ്തൊരു ബില്ല് വന്നു നിയമസഭയിൽ. ആ ബില്ല് പിന്നീട് എനിക്ക് തോന്നുന്നത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോവുകയും അങ്ങനെ പോയിട്ട് പിന്നെ ഗവൺമെൻറ് മാറുകയും പിന്നെ അതിനെക്കുറിച്ച് ചർച്ച ഇല്ലാതെ പോവുകയും ചെയ്തതാണ്. എനിക്ക് തോന്നുന്നൊരു 8-9 വർഷം മുമ്പ് ഇത്തരത്തിലൊരു ബില്ല് കേരള നിയമസഭയിൽ വന്നു. അങ്ങനെ വലിയ രമേശ് ചെന്നിത്തലയാണ് പൈലറ്റ്, എനിക്ക് കൃത്യമായി ഓർമ്മേണ്ടത്. അങ്ങനെ ഒരു ബില്ല് വന്നിട്ട് പിന്നെ ആ ബില്ലിന്റെ ഭാവി എന്താണ്, അതിന്റെ വിധി എന്താണെന്ന് പിന്നീട് വീണ്ടും പല ചർച്ചകളായിട്ട് ചെന്നിത്തലക്ക് അത്ര ആർജവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കുമെന്ന് പറഞ്ഞു? നിങ്ങൾ വലിയ ആവേശത്തിൽ ചെന്നിത്തലയുടെ പേര് ഇപ്പോൾ പറഞ്ഞല്ലോ. അങ്ങനെ രാഷ്ട്രീയ നേതാവാണ് ചെന്നിത്തലയെങ്കിൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം കാണിക്കണ്ടേ? രാഷ്ട്രീയ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല?
അല്ല, രമേശ് ചെന്നിത്തല എന്ത് ചൂണ്ടിക്കാണിക്കാൻ തീരുമാനിക്കുന്നത് ഞാനല്ലോ. ഇവിടെ നിങ്ങൾ ന്യായീകരിക്കല്ല. അല്ല, അങ്ങനെ ഒരു നേതാക്കന്മാര്, നിങ്ങൾ ഉയർന്ന രണ്ട് നേതാക്കന്മാര്, നിങ്ങളുടെ ഉയർന്ന രണ്ട് നേതാക്കന്മാർ കോൺഗ്രസ് കാലത്ത് കൊണ്ടുവന്നു, അന്ന് പാസ്സായില്ല. പിന്നീട് ഇടതുപക്ഷം ഈ പറഞ്ഞ മാതിരി ഇവിടെ മനുഷ്യബലി നടന്നല്ലോ, ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു എന്നുള്ള വലിയ ഒരു സംഭവം പുറത്തു വന്ന ശേഷമാണ് ഈ ആവശ്യം വീണ്ടും ശക്തിപ്പെട്ടത്. ഇതിന്മേലുള്ള ചർച്ചകൾ നടന്നു. പിന്നെ അതവിടെ അവസാനിക്കുകയാണ്. എന്തുകൊണ്ട് അത് പാസ്സായില്ല എന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ്. പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ. അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ മത സാമുദായിക സംഘടനകളെ അലോസരപ്പെടുത്താൻ അതാണ് പുതിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നാക്കം പോയിരിക്കുന്ന സാഹചര്യമാണ് പുതിയ സാഹചര്യം. താങ്കളിപ്പോൾ 2015 കാര്യം പറഞ്ഞല്ലോ. 2015 ചെയ്ത കാര്യം പോലും 2024 ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം നമ്മളെ സംബന്ധിച്ചുണ്ട് എന്നുള്ളതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.